ലോകത്തിലെ മഹത്തായ പല വിജയങ്ങളും ഉണ്ടായിരിക്കുന്നത് മികച്ച ഒരു ചിന്ത കാരണമായിരിക്കും. ശുഭചിന്താഗതിക്കാരുമായൊരു കൂട്ടുകൂടൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാറുണ്ട്. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, പോസിറ്റീവ് എനർജി ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതുവഴി ജീവിത വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരക്കാരുമായുള്ള കൂട്ടുകൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങണം. ഒരു ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരു അണ്ടം ഉണ്ടാകണം, അതുപോലെ ഒരു ബീജം ഉണ്ടാകണം. നമ്മൾ എന്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലും അതിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സവോള. ഈ സവോള വേഗം ഫ്രൈ ആയി കിട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. സവോള വഴറ്റുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് വഴറ്റിയാൽ എളുപ്പം ഫ്രൈ ആയി കിട്ടും. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ചന്ദ്രലേഖയിൽ ഇനി ഒരു കുക്കറി സെഗ്മെന്റ് കാണാം. നമ്മൾ മലയാളികൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ അതിമനോഹരമായ ഒരു കൊച്ചു നാടും അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നമ്മുടെ ഭക്ഷണ രീതികളുമാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ഇന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഹായ് നിതിൻ. ഹലോ. അതിലും വിപരീതമായി നമ്മോടൊപ്പമുള്ളത് ഒരു ഷെഫൊന്നും അല്ല, പനമ്പള്ളി നഗറിലുള്ള ബ്രിഗേഡ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ മാനേജിങ് പാർട്ട്ണറാണ് നിതിൻ. അപ്പം എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് കൊണ്ടാണോ? ബേസിക്കലി കുക്കിങ്ങിനോട് പാഷനായിരുന്നു. ഓക്കെ. സോ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കയ്യിലേക്ക് വന്നു പെട്ടു. സോ വി ടുക്ക് ഇറ്റ് ഓവർ. ഞാൻ ഒറ്റയ്ക്കല്ല, ഐ ഹാവ് another 2 more partners with me. ഓക്കെ. ബ്രിഗേഡിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. കൂടുതലും നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ബേസിക്കലി ഒരു സെലിബ്രിറ്റി ജോയിന്റും കൂടിയാണ്. ബട്ട് ഈവൻ അതർവൈസ് ഓൾസോ വി ഹാവ് സെർവിങ് ഓൾ ഓഫ് ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആസ് വെൽ. ഓക്കെ, ഫൈൻ. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ബ്രിഗേഡ് ദാൽ. ബ്രിഗേഡ് ദാൽ. അപ്പോൾ ദാലിനും ഒരു പേരുണ്ട്, ബ്രിഗേഡ്. വി ജസ്റ്റ് മെയ്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നു ഡാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും അറിയാം, സൗത്ത് ഇന്ത്യനും അറിയാം. പുറത്തുപോയി എപ്പോഴും കഴിക്കാറുള്ളതാണെങ്കിലും വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് വീട്ടിൽ കുക്ക് ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ? ശരി. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താമോ? ഫസ്റ്റ് ദാൽ. ഓക്കെ. അത് കഴുകി വെച്ചത്. തൂരപ്പരിപ്പ് അല്ലേ? തൂരപ്പരിപ്പ്. ഓക്കെ. then onion cut ചെയ്തിട്ട് ഒരു 3 onions. സവാള മുറിച്ചത് 3 എണ്ണം. പിന്നെ തക്കാളി 1. ഓക്കെ, തക്കാളി 1. then ഉപ്പ്, പച്ചമുളക്, മല്ലിപ്പൊടി, ഓക്കെ. ഗരം മസാല. നോർമൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നോർമൽ ഇൻഗ്രീഡിയൻസ്. പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് തോന്നുന്നു തൂരപ്പരിപ്പ് വേവിക്കണം അല്ലേ? വേവിക്കണം. ശരി. നമുക്ക് എത്ര ആവശ്യമുണ്ട് എന്നതനുസരിച്ച് യൂസ് ചെയ്യാം. എത്ര ഗ്ലാസ് അരി ദാൽ എടുക്കണം അതിൻ്റെ ഡബിൾ ദ എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ. ഇപ്പോൾ 1 ഗ്ലാസ് ദാൽ ആണെങ്കിൽ 2 ഗ്ലാസ് വാട്ടർ ഒഴിക്കുക. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? 10 minutes മാക്സിമം. ഓക്കെ. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 4 to 5 വിസിൽസ് അത്ര മതി, മാക്സിമം അത്ര മതിയാവും. സോ മീൻ വൈൽ നമുക്ക് ഉള്ളി കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കി ഗ്രേവി വരട്ടാം ഫസ്റ്റ്. അപ്പോൾ ദാലിന് വേണ്ടിയിട്ടുള്ള ദാൽ നമ്മൾ വെച്ചു, അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യണം. ഓയിൽ. ഓക്കെ. എന്ത് ഓയിലാണ്? കോക്കനട്ട് ഓയിൽ. ഓക്കെ. കുറച്ച് നേരം വെളിച്ചെണ്ണ ചൂടാന് ശേഷം എന്താണ് എല്ലാ കറികൾക്കും ഏകദേശം സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്, പക്ഷെ നമ്മൾ വെക്കുന്ന പോലെ ഇരിക്കും. കൈപ്പുണ്യം.
Yes. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇടാം അല്ലേ? സവാള നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ. ഓക്കെ അപ്പം മീൻ വയൽ നമുക്ക് ഇത് വിസിൽ വന്നു. ഓക്കെ, ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, ഒരു മാക്സിമം ഒരു 4-5 വിസിൽ അത്രയും മതി അല്ലേ? ശരി. അപ്പം ഇതിലേക്ക് ടൊമാറ്റോ. ഒറ്റ ഫുൾ ടൊമാറ്റോ. ഓക്കെ, ഒരു തക്കാളി മതി. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, മല്ലിപ്പൊടി, അതും വളരെ കുറച്ച്. മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം അല്ലേ? ഇപ്പൊ നമ്മൾ 1 സ്പൂൺ ഇട്ടോ? ഓൾമോസ്റ്റ് a spoon. ഓക്കെ, നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ പേസ്റ്റ് ആണ് അല്ലേ? നല്ലപോലെ പേസ്റ്റ് ആയി. ഓക്കെ, സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ഡാൽ ഇടുകയാണ്. ഡാൽ നല്ലപോലെ വെന്ത് പരുവായിട്ടുണ്ട്. ഓ, ഡാലും നല്ല പേസ്റ്റ് ഫോമിലാണ്, അതുപോലെ നമ്മുടെ ഗ്രേവിയും. ഇതിൽ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരുമായിരിക്കും അല്ലേ? ഇനി വേണ്ട. ഓക്കെ, ഇതാണ് ഇതിന്റെ പരുവ. അപ്പോൾ തിക്ക് ഗ്രേവിയാണ്. ഇതിൽ ശരിക്കും വെള്ളത്തിന്റെ അളവ് ഒഴിക്കുന്നത് കൂടെ അറിഞ്ഞിരിക്കണം അല്ലേ? അതായത് ദാലിൽ വരുന്ന വെള്ളം മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും എക്സ്ട്രാ വേണ്ട. നമ്മൾ ദാല് കുക്കറിലാക്കുന്നത് വെള്ളമില്ലേ? ഓക്കെ, പക്ഷെ ചിലർക്ക് കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിരിക്കും, കുറച്ച് ലൂസ് ആയിട്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും കൊടുക്കുക. ഗ്രീൻ ചില്ലി അല്ലേ? ഓക്കെ, ഈ ലാസ്റ്റ് ഗ്രീൻ ചില്ലി ഇടുന്നതിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? അങ്ങനെ ഇട്ട് ശീലിച്ചു പോയി. അങ്ങനെ ഇട്ട് ശീലിച്ചു, അത്രേ ഉള്ളൂ. മുഴുവൻ ഇടട്ടെ. ഫൈനലി നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടു. അപ്പം ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയി. ഓക്കെ, നൗ വാട്ട് നെക്സ്റ്റ് ഇസ് പുതിന. ഓക്കെ, മുഴുവൻ ഇടാമോ? അപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അല്ലേ? ഓക്കെ, നല്ല തിക്ക് ഗ്രേവിയാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വളരെയധികം തിക്നെസ് വേണ്ടാത്തവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ലൂസാക്കി കൊടുക്കാം. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നോർമൽ ദാലിൻ്റെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കറിയാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ ആർക്കും അറിയുണ്ടാവില്ല എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. യാ ഷ്യൂർ. Nice. So we'll pour in this. Yeah, sure. അപ്പോൾ ദാൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ദാൽ കറി. ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്കിന്ന് ഉണ്ടാക്കി തന്നത് പനമ്പള്ളി നഗറിലുള്ള ബ്രിഗേഡ് റെസ്റ്റോറൻറ്റിലെ മാനേജിംഗ് പാർട്ട്ണറായ നിതിനാണ്. താങ്ക് യു സോ മച്ച് നിതിൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. നമ്മളിപ്പോൾ ഇത്ര അറിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ജനറലി ഏറ്റവും കൂടുതൽ പ്രോബ്ലം കാണിക്കുന്ന ഓവർ വെയിറ്റ് ഗെയിനാണ്. ഇപ്പം എല്ലാവരും പറയും 2 പേർക്കുള്ളത് കഴിക്കണം, 2 പേർക്കുള്ള ചോറാണ് പലരും കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് അസുഖങ്ങൾക്ക് അടിമപ്പെടുന്നതാണ് സാധാരണ സ്ത്രീകളുടെ ശരീരം. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ആവശ്യമാണ്. ചന്ദ്രലേഖയിൽ നമുക്കൊരു ഡോക്ടർ സെഗ്മെൻറ്റ് കാണാം. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും വീണ്ടും വീണ്ടും അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒന്നാണ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അറിയേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, ഇതിനൊക്കെ ഉത്തരം തരാനായി നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ ജോണി തോംസൺ ആണ്. നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം. ഹലോ ഡോക്ടർ. എത്ര അറിഞ്ഞാലും കേട്ടാലും വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രഗ്നൻസി. അപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു കുട്ടിയേക്കാൾ ഉപരി അതിൻ്റെ ഫാമിലി ഫുള്ളായിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തായിത്തീരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കാകുലരായിരിക്കും എപ്പോഴും.
അപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങണം. ഒരു ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടതെന്നു വെച്ചാൽ ആരോഗ്യമുള്ള ഒരു അണ്ടം ഉണ്ടാകണം, അതുപോലെ ഒരു ബീജം ഉണ്ടാകണം. അപ്പം ഒരു അണ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബീജത്തിൻ്റെ വളർച്ച തുടങ്ങുന്ന ഒരു 3 മാസം മുമ്പ്. അപ്പം ഈ മാസം കൺസീവ് ആകുകയാണെങ്കിൽ അതിന് 3 മാസം മുമ്പ് വളർച്ച തുടങ്ങിയ ഒരു അണ്ടവും ബീജവുമാണ് ഒരു കുഞ്ഞായി മാറുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാലം കഴിഞ്ഞുപോയി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളിക് ആസിഡോ ഒക്കെ തുടങ്ങിയാലും നമുക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അപ്പം അതിന് മുമ്പ് തന്നെ ഇപ്പം പ്രഗ്നൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സപ്പോർട്ടീവ് ന്യൂട്രീഷൻ ഒക്കെ എടുത്തു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഭക്ഷണ രീതികളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ട്രെയിൻഡാണ്. മാഗസിനിലൂടെയും ഡോക്ടേഴ്സ് പറഞ്ഞും ഒക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഈ ഒരു പീരീഡിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഇത്ര അറിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ജനറലി ഏറ്റവും കൂടുതൽ പ്രോബ്ലം കാണിക്കുന്ന ഓവർ വെയിറ്റ് ഗെയിനാണ്. ഇപ്പം എല്ലാവരും പറയും 2 പേർക്കുള്ളത് കഴിക്കണം, 2 പേർക്കുള്ള ചോറാണ് പലരും കഴിക്കുന്നത്. അപ്പം 2 പേർക്കുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനുമാണ്. ആ ഫുഡാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്റ്റാർച്ച് ഐറ്റംസ് കുറേ പേസ്ട്രി ഇപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും കുറേ കൊണ്ടുവന്ന് സ്വീറ്റ്സ് കൊടുക്കും. ഇതെല്ലാം ആക്ച്വലി ഹാംഫുൾ പ്രോഡക്ട്സ് ആണ്. അപ്പം ജിലേബി, ലഡു, അതുപോലെ തന്നെ പേസ്ട്രി, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യത്തിനേക്കാളും കൂടുതൽ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന കാരണമല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേസ്ട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും കൊതി എഴുതുമ്പം എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും പ്രഗ്നൻ്റ് അല്ലേ എന്നും പറഞ്ഞ് മേടിച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞതില്ല. പക്ഷേ ഡോക്ടർ, അതിനിടയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പ്രഗ്നൻറ്റ് ടൈമിൽ ഇവർക്ക് ചില ഭക്ഷണത്തോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കാറുണ്ട്. ചിലർക്ക് മധുരത്തോടായിരിക്കാം, ചിലർക്ക് കുറച്ച് എരിവ്, പുളി അങ്ങനെയുള്ള രീതിയിലായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അവർ സ്വീറ്റ്സ് കഴിക്കില്ലേ? സ്വീറ്റ്സ് ഇപ്പം അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സ്വീറ്റ്സ് കഴിച്ചതുകൊണ്ട്, പ്രത്യേകിച്ച് അധികം കളറിങ്ങും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത സ്വീറ്റ്സ് കഴിച്ചുകൊണ്ട് വലിയ ദോഷമൊന്നും വരാനില്ല. പക്ഷേ ഓൾറെഡി ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാൾ സ്വീറ്റ്സും കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഓവർ വെയ്റ്റ് ആയിപ്പോവും. അപ്പം സാധാരണ നിലയിൽ ഒരു ആവറേജ് ഒരു നോർമൽ വെയ്റ്റ് ഉള്ളതാണെങ്കിൽ ഒരു 10 കിലോ 10 to 12 kg ഇൻക്രീസ് വന്നാൽ മതി, അത്രേ പാടുള്ളൂ. അപ്പം അതേസമയത്ത് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു 15 kg വരെ പോവാം. പക്ഷേ ഓൾറെഡി ഓവർ വെയ്റ്റ് ആണെങ്കിൽ 7 kg കൂടാൻ പാടുള്ളൂ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കഴിക്കേണ്ടത് ഫിഷ്, മീറ്റ്, എഗ്ഗ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെയാണ് എക്സ്ട്രാ കഴിക്കേണ്ടത്. അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർ പറയുക അത് അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർ വളരെ കെയർ എടുക്കണം. അപ്പം ആ കഴിക്കുന്ന സാധനങ്ങൾ ഫുഡ്സ് വൈറ്റമിൻസും മിനറൽസും സപ്ലിമെൻ്റ് എടുക്കുക, പ്രോട്ടീൻ കൂടുതലുള്ളത് കഴിക്കുക. അപ്പോൾ ഒരു 2-3, അതുപോലെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പം വൈറ്റമിൻസും മിനറൽസും വരുമ്പോൾ ഇതെല്ലാം പെടും.
അപ്പം ഇങ്ങനത്തെ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യണം. അതൊരിക്കലും നമുക്ക് കുറേ അധികം ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം നമ്മളുടെ ഇന്നത്തെ ഫുഡിൽ കിട്ടുകയില്ല. ഇപ്പോൾ കുറേ കൂടുതൽ ബിസ്ക്കറ്റ്സ്, ഇപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ ശരിക്കും പറഞ്ഞാൽ ബിസ്ക്കറ്റ്, ബ്രെഡ്. ഇപ്പോൾ നമ്മളൊരു ബ്രെഡിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, അതിനകത്തൊരു ഒരു 5-6 ഐറ്റംസ് ഉണ്ടാകും ആഡഡ് ആയിട്ടുള്ളത്. അപ്പം മൈദ ഉണ്ടാവും മെയിനായിട്ട്, വാട്ടർ ഉണ്ടാവും, പിന്നെ എമൽസിഫയർ, പ്രിസർവേറ്റീവ്, സോഫ്റ്റനിങ് ഏജൻറ്റ്, അങ്ങനെ ഒരു 5 എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതെല്ലാം നമ്മുടെ ബോഡിയെ ബേർഡൻ ചെയ്യുകയാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ അല്ലാത്ത കുറച്ചുകൂടെ നാച്ചുറൽ ഫുഡ്, സാധാരണ ഗോതമ്പ് വെച്ചിട്ടുള്ള ചപ്പാത്തി, ചോറ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ചിലർക്ക് ലേറ്റ് പ്രഗ്നൻസി ആഫ്റ്റർ 30 ഏജിലൊക്കെ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. അപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു സേഫ് ഏത് ഏജിലാണ് പ്രഗ്നൻ്റ് ആകാൻ കുറച്ചും കൂടെ നല്ലത്? നമ്മൾ എപ്പോഴും ഒരു അറൗണ്ട് 25 ഇയേഴ്സാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ടു പ്രഗ്നൻ്റ്. ബിഫോർ 20 ഇയേഴ്സും ആഫ്റ്റർ 30 ഇയേഴ്സ് വരുമ്പോഴും റിസ്ക് കൂടുകയാണ്. ബിഫോർ 20 ഇയേഴ്സ് വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു ലേഡിയുടെ ആ ഫുൾ ഡെവലപ്മെൻറ്റും ഗ്രോത്തും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനൊരു മിനിമം ഒരു 22 ഇയേഴ്സ് വരെ വേണം ശരിക്കും ഒരു മച്യൂരിറ്റിയും ഒരു കൊച്ചിനെ നോക്കാനുള്ളൊരു ഒരു മെൻ്റൽ പക്വതയും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് മുമ്പ് പ്രഗ്നൻ്റ് ആകുന്നതിനും അത്ര നല്ലതല്ല. പിന്നെ 30 കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഫെർട്ടിലിറ്റി ജനറലി കുറയും. അതുപോലെ തന്നെ മറ്റ് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ മോർ കെയർഫുൾ ആവേണ്ടതുണ്ട്. ഓക്കെ. ഇപ്പം സെക്കൻഡ് പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് 30 ഏജ് കഴിയും. അപ്പം അതിനെന്തെങ്കിലും റിസ്ക് കൂടുതലായിട്ടുണ്ടോ? 35 ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അങ്ങനത്തെ കുറച്ച്, അതായത് മംഗോളിസം പോലെയുള്ളത് കൂടുതലായിട്ട് വരുമെന്ന് പറയുന്നത്. എപ്പോഴും ആഫ്റ്റർ 35 നമ്മളൊരു ജനറൽ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിങ് ഫോർ ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഒക്കെ ചെയ്യണമെന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഏജ് കൂടിയിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ മോർ ഒരു മോണിറ്റേർഡ് ആയിട്ട് ആകുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് പീക്ക് ടൈം മനസ്സിലാക്കി ആ സമയത്ത് കൺസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഓൾഡ് സ്പേം അല്ലെങ്കിൽ ഏജ്ഡ് ഒക്കെ വെച്ച് കൺസീവ് ചെയ്യുമ്പോഴുമാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അതുപോലെ തന്നെ ഈ അബ്നോർമാലിറ്റി, ഈവൻ ഒരു കൊച്ചിന് ഹാർട്ടിന് അബ്നോർമാലിറ്റി വരുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിന് അബ്നോർമാലിറ്റി വരുന്നത്, ഈവൻ മെൻ്റൽ ഡിസോർഡർ പോലും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം വരുന്ന പല ഡെഫിഷ്യൻസീസും കൊണ്ടാണെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് പറയുന്നത്. ഈവൻ പ്രഗ്നൻ്റ് ഓവർ വെയിറ്റ് ഉള്ള മദേഴ്സിന് ഉണ്ടാകുന്ന കുട്ടികൾക്ക് അവർ വളർന്നു വന്നു കഴിയുമ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലെന്നാണ് ഇപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പം മദറിൻ്റെ ഹെൽത്തും അതുപോലെ തന്നെ ബേബിക്ക് യൂട്രസി വെച്ച് എന്താ കിട്ടുന്നതെന്നുള്ളതാണ് ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഓട്ടിസം, ഇപ്പം നമ്മൾ ഒത്തിരി പിള്ളേർ കാണുന്നുണ്ട് ഓട്ടിസം. ആക്ച്വലി അതൊരു മെൻ്റൽ ഡിസോർഡറാണ്. അപ്പോൾ അതിനും കാരണം പലപ്പോഴും പല ഡെഫിഷ്യൻസീസുമാണ്. അപ്പോൾ ഇതിലെല്ലാം മാച്ച് ചെയ്ത് നമ്മുടെ ആ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനാണ് ഇതിലൊക്കെ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം പ്രഗ്നൻസിയുടെ ഇനിഷ്യൽ ടൈമിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണം പോലെ ആയിരിക്കില്ല കുറച്ചങ്ങോട്ട് കഴിയുമ്പം. അപ്പം ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഭക്ഷണക്രമത്തിൽ ബേസിക്കലി വേണ്ടി വരുന്നത് നമ്മൾ വെയിറ്റ് കറക്റ്റായിട്ടുള്ള ഗെയിൻ വരണം. പിന്നെ കൊച്ചിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടണം. അപ്പം ഈ നമുക്ക് ബേസിക്കലി വേണ്ടത് പ്രോട്ടീൻ. ഏറ്റവും ഒരു കുഞ്ഞിന് വളരാൻ വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനും ഫാറ്റുമാണ്. ഓരോ സെൽസിനും പ്രോട്ടീൻ, ഫാറ്റ്, വെള്ളം, അതാണ് അതിനകത്ത് ഓരോ സെല്ല് വെച്ചാണല്ലോ നമ്മളെല്ലാം ബോഡി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സെല്ലിലെ ഇതെല്ലാം വേണ്ട രീതിയിൽ കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രഗ്നൻസിയിൽ ഒരു കറക്റ്റ് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ മൊത്തമായിട്ടുള്ള ഗ്രോത്തിനെ ബാധിക്കും. ഇപ്പോൾ ഫോളിക് ആസിഡിൻ്റെ കുറവ് അല്ലെങ്കിൽ കോളിൻ, നമ്മളുടെ ഇപ്പം ജനറലി ഫുഡിൽ വരുന്ന ഒരു കുറവുള്ളൊരു ഐറ്റമാണ് കോളിൻ എന്ന് പറയുന്നത്. ഫോളിക് ആസിഡും കോളിൻ്റെയും കുറവ് കൊണ്ടാണ് പലപ്പോഴും ഹാർട്ട് ഡിസീസും ഈ പറയാറുണ്ടല്ലോ ഹാർട്ടിന് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതുപോലെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് പറയും.
ഇതിൻ്റെയൊക്കെ കാര്യം ബേസിക് കാര്യം അതാണ്. അപ്പം നമ്മളിപ്പോൾ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് എഗ്ഗിൽ യെല്ലോ കഴിക്കുകയില്ല, എന്തോ അതിനകത്ത് കൊളസ്ട്രോളാണ് യെല്ലോ കഴിക്കരുതെന്ന്. ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഫുഡിൽ ഈ കോളിൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഐറ്റമാണ് ഈ എഗ്ഗിൻ്റെ യെല്ലോ. ഒരു മുട്ടയൊക്കെ കഴിക്കുന്നവർ ആ യെല്ലോ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിലാണ് പ്രോട്ടീൻ എല്ലാ മിനറൽസും ഉള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരിതാണ്. ഒരു എഗ്ഗൊക്കെ ഡെഫിനറ്റ്ലി ഒരു പ്രഗ്നൻറ്റ് ലേഡി ഒരു എഗ്ഗ് 1 or 2 ഗ്ലാസ് മിൽക്ക് കഴിക്കണം, എന്നാലേ ആ ആവശ്യത്തിനുള്ള മിൽക്കിനകത്ത് കാൽസ്യം കിട്ടും. എഗ്ഗിനകത്ത് ഓൾമോസ്റ്റ് പ്രോട്ടീൻ നന്നായിട്ടുണ്ട്, പിന്നെ മറ്റു വൈറ്റമിൻസ്, മിനറൽസ്, കോളിന്, അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും. കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരിക്കാൻ നമ്മൾ പാലിക്കേണ്ട ഭക്ഷണ രീതികളെക്കുറിച്ച് പറഞ്ഞു. ഭക്ഷണം, വ്യായാമം അല്ലാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി നല്ല പൂർണ്ണ ആരോഗ്യവാനായിരിക്കാൻ അമ്മ ശ്രദ്ധിക്കേണ്ടത്? ബേസിക്കലി ഭക്ഷണവും വ്യായാമമാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ഓവർ എക്സർഷൻ, യാത്രകൾ, അപ്പം അധികം വൈബ്രേഷൻസ് വരുന്നത് കൊച്ചിൻ്റെ വളർച്ച നെഗറ്റീവായിട്ട്, അങ്ങനെയാണ് അബോർഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം വൈബ്രേഷൻസ് ഉള്ള യാത്രകൾ, മൂവ്മെൻറ്റ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് നോക്കണം. പിന്നെ ഓടുക, ചാടുകയൊക്കെ ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അതും ഒരു ഷോക്കായിട്ട് വരാം. ലൈറ്റ് എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു എക്സർസൈസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ പ്രഗ്നൻറ്റ് അതുവരെ ഒരു എക്സസൈസും ചെയ്യാതിരുന്ന ഒരാൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എക്സസൈസ് തുടങ്ങിയത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇങ്ങനെ ജെർക്കി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ടൈമിൽ കൂടുതൽ ടെൻഷൻ, ഫ്രസ്ട്രേറ്റഡ് ആകാതിരിക്കുക, അതൊക്കെ കുഞ്ഞിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. മ്യൂസിക് കേൾക്കുക, അതുപോലെ പുസ്തകം വായിക്കുക, അതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതല്ലേ പറയാം? നമുക്ക് ടെൻഷൻ വരുന്നത് ഇപ്പം നമ്മൾ ടി വിയിൽ ഇപ്പം ഒരു 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 കൊലപാതകം കാണുക, ഒരു ആക്സിഡൻറ്റ് കാണുക, അല്ലെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുക, അല്ലെ ഒരു ഈവൻ ചുഴലിക്കാറ്റിൻ്റെ ഇതെല്ലാം പ്രശ്നങ്ങൾ. അപ്പം നമ്മളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുക. ഈവൻ വൈൽഡ് ലൈഫ് നമ്മൾ ജോഗ്രഫിക്കൽ ചാനലൊക്കെ കാണുന്നതല്ല എന്ന് പറയും, പക്ഷേ എന്നാലും ഇങ്ങനെ പാമ്പിനെയും അല്ലെങ്കിൽ അത് പിടിക്കുന്ന അത് നമുക്ക് ഫിയർ വരുത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹോർമോണൽ കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ടി വി കാണുന്നതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, പ്രഗ്നൻറ്റ് ലേഡീസ് കാണരുതാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ റിയൽ ലൈഫിൽ. അത് തന്നെ നമ്മൾ ടി വിയിലും കാണാൻ പാടില്ല. അതുപോലെ തന്നെ പുസ്തകങ്ങളിലാണെങ്കിലും അങ്ങനത്തെ വായിക്കാതെ കുറച്ച് പ്ലസൻ്റായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന, ഒരു സമാധാനം തരുന്ന കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ. പ്രഗ്നൻസിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. എങ്കിലും ബിഫോർ പ്രഗ്നൻസിയും ആഫ്റ്റർ പ്രഗ്നൻസി ടൈമിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒട്ടുമിക്ക കാര്യങ്ങൾ തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ നന്ദി ഡോക്ടർ. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. പ്രചോദനം നൽകുന്ന വ്യക്തികളും കാഴ്ചകളും എല്ലാമായി ചന്ദ്രലേഖയുടെ അടുത്ത അധ്യായത്തിൽ കാണാം.